ഒരു നിമിഷം നിൽക്കൂ. വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ജീവിത സാഹചര്യങ്ങൾ മൂലം സംഗീതം പഠിക്കുവാൻ കഴിയാതെ പോയിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. സരിഗയുടെ ഓൺലൈൻ ട്യൂഷനിലൂടെ നിങ്ങൾക്കും പഠിക്കാം സംഗീതം. കീബോർഡ്, വയലിൻ, ഗിറ്റാർ എന്നിവ പഠിപ്പിച്ചു കൊടുക്കപ്പെടും. പ്രായമൊരു പ്രശ്നമേ അല്ല. നിങ്ങളുടെ സൗകര്യാർത്ഥം ക്ലാസ്സുകൾ എടുത്തു കൊടുക്കപ്പെടുന്നതാണ്. ഞങ്ങളുടെ ഫോൺ നമ്പർ 75 10 520 887. മറ്റൊരു ഫോൺ നമ്പർ കൂടിയുണ്ട്, 860 630 74 51. അപ്പോൾ വിളിക്കുമല്ലോ വിശദ വിവരങ്ങൾക്ക്. നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളോടൊപ്പം ഇരമത്തൂർ സുരേഷ് സരിക. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അമർ അക്ബർ അന്തോണി എന്ന സിനിമയിലെ ബേബി ശ്രേയ പാടിയ ഒരു ഗാനമാണ്. വളരെ സൂപ്പർ ഹിറ്റായ ഒരു ഗാനമായിരുന്നു അത്. നമുക്ക് ആ പാട്ടിന്ന് പഠിക്കാം. ഓക്കെ. ഇത് ശ്രേയ പാടിയിരിക്കുന്നത് 4/4 ശ്രുതിയിലാണ്. പക്ഷെ ഞാനിവിടെ അതിനെ ശ്രുതിഭേദം ചെയ്തിട്ട് 1/2 ശ്രുതിയിലാണ് നമ്മൾ ഇന്ന് ഈ പാട്ട് പഠിക്കാൻ പോകുന്നത്, അതായത് സി ഷാർപ്പിൽ. ഓക്കെ. ചെറിയ ഗാണ്. എന്നോ ഞാനെൻ്റെ മുറ്റത്തോരറ്റത്ത് ശ്രീഗരി ചെറിയതായാണ്. അതായത് സെക്കൻഡ് ഒക്ടേവിലെ ഇതായാണ് വായിച്ചത്. എന്നോ ഞാനെൻ്റെ മുറ്റത്തോരറ്റത്ത് പൊന്നാരിച്ചോരു മുല്ല നട്ടു. അപ്പൊ മൊത്തമായിട്ട് വായിച്ചു നോക്കാം. എന്നോ ഞാനെൻ്റെ മുറ്റത്തോരറ്റത്ത് പൊന്നാരിച്ചോരു മുല്ല നട്ടു. ഇതേ നോട്ട് തന്നെ നമ്മൾ രണ്ടാമത് വായിക്കുമ്പോൾ എൻ്റെ രണ്ടാമത്തെ ലൈൻ കിട്ടും. സെയിം നോട്ട് തന്നെ വായിച്ചാൽ മതി. കണ്ണീർ തേടി നടന്നു കീനാവിൻ്റെ പൊന്തൂവൽ കൊണ്ടു പന്തലിട്ടു. ഒന്നുകൂടെ വായിച്ചു 2 ലൈനും. എന്നോ ഞാനെൻ്റെ മുറ്റത്തോരറ്റത്ത് പൊന്നാരിച്ചോരു മുല്ല നട്ടു. കണ്ണീർ തേടി നടന്നു കീനാവിൻ്റെ പൊന്തൂവൽ കൊണ്ടു പന്തലിട്ടു. അടുത്തത് ചെറിയ നീയാണ്. പദ പദ പാമ മിണ്ട
ഒരു കൗതുകം രേമാ പാനീത പനിമറ്റും പലവറ്റും മിണ്ടാതെത്തിയ കാറ്റൊരു കൗതുകം കൊണ്ട രേമാ പാലിത കൊണ്ടവള്ളിയിൽ ഒന്നു തൊട്ടു പാപ്പാ പാപ്പാ അല്ല അത് രേമാ പാലിത പദപമ രണ്ടാമത് വായിക്കുമ്പോൾ രേമാ പാനീത പദപ രേമാ പാനീത പ ആദ്യത്തത് എത്തിയ കാറ്റൊരു കൗതുകം കൊണ്ട വള്ളിയിലൊന്നു തൊട്ടു. ഓക്കെ, അടുത്തത് പാസാനിധപ രണ്ടാം നാളിൻ്റെ പാസാനിധ പാസാനിധപ ഒട്ടവൻ പാസാനിധപ പദപ പദപദ മാഗരി ഇരുട്ടിൻ്റെ ഇരുട്ടിൻ്റെ കൂട്ടിൽ കൊണ്ടയിട്ടു ഇരുട്ടിൻ്റെ കൂട്ടിൽ കൊണ്ടയിട്ടു. നമുക്കൊന്നോട്ട് നോക്കാം. ഞാനെൻ്റെ ശ്രീകരി സ എന്നു ഞാനെൻ്റെ മുറ്റത്തോരറ്റത്ത് സദ സ എന്നു ഞാനെൻ്റെ മുറ്റത്തോരറ്റത്ത് പുന്നാരിച്ചൊരു മുല്ല നട്ടു കണ്ണീർ കൊണ്ടു നനച്ചു കീനാവിൻ്റെ
ഇരുട്ടിൻ്റെ കൂട്ടിൽ കൊണ്ടയിട്ടു. നല്ല ഒരു ഗാനമാണിത്. ത്രീ ബൈ ഫോർ താളത്തിലോ 6/8 വേണമെങ്കിലും നിങ്ങൾക്കിത് വായിക്കാം. 6/8 താളത്തിലും വായിക്കാം. കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് വേണേൽ വായിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇതിൻ്റെ രണ്ടാം ഭാഗം നമുക്ക് താമസിക്കാതെ പഠിക്കാം. ഇതെല്ലാവരും നല്ലതായിട്ട് പഠിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തൽക്കാലം നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ ബൈ.